24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. തിഹാർ ജയിലിൽ താൻ വൈകുന്നേരത്തോടെ കീഴടങ്ങുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 3 മണിയോടെ ബസ്സിൽ നിന്നും തിഹാർ ജയിലിലേക്ക് യാത്ര തിരിക്കും. പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ കണ്ട് തിഹാറിലേക്ക് മടങ്ങുമെന്ന് കെജ്രിവാൾ അറിയിക്കുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് അഗെയിൻ അച്യുതൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വീണ്ടും തിഹാറിലേക്ക് കേജ്രിവാൾ മടങ്ങുകയാണ്. ഇന്ന് വരെയാണ് സുപ്രീം കോടതി കേജ്രിവാളിന് അനുവദിച്ചു നൽകിയിരിക്കുന്ന ഇടക്കാല ജാമ്യത്തിൻ്റെ കാലയളവ് അവസാനിക്കുന്നത്. ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നൊരാവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അതിലൊരു തീരുമാനമുണ്ടായില്ല. പകരം ജാമ്യത്തിനായി വിചാരണ കോടതിയെ തന്നെ സമീപിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതിലിനി തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും കേജ്രിവാൾ തിഹാറിലേക്ക് മടങ്ങുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മടങ്ങുമെന്നുള്ള കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത്. 3 മണിക്ക് തൻ്റെ വസതിയിൽ നിന്നും താൻ തിഹാർ ജയിലിലേക്ക് പുറപ്പെടും. അതിനൊക്കെ മുൻപായി ആദ്യം താൻ രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കും. അതിനുശേഷം ഹനുമാൻ മന്ദിറിൽ സന്ദർശനം നടത്തും. പാർട്ടി ആസ്ഥാനത്ത് എത്തി പ്രവർത്തകരെ കണ്ടതിന് ശേഷമായിരിക്കും താൻ തിഹാർ ജയിലിലേക്ക് മടങ്ങുക എന്നുള്ള കാര്യം കൂടി കേജ്രിവാൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതിയോട് കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ആണ് അരവിന്ദ് കെജ്രിവാൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ആം ആദ്മിക്ക് ഗുണം ചെയ്ത ഒന്നായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഇടക്കാല ജാമ്യം കേജ്രിവാളിന് ലഭിച്ചത്. അത് വലിയ രീതിയിലുള്ള പ്രചരണമാക്കി മാറ്റാനും സാധിച്ചു. ജയിൽ കാ ജവാബ് ഓട്സെ എന്നുള്ള പ്രചരണ മുദ്രാവാക്യം പോലും ആം ആദ്മി പ്രവർത്തകർ വ്യാപകമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു. എന്തായാലും അത്തരം സാധ്യതകളെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ കേജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മടങ്ങുന്നത്. ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.